നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. കഥ പറയുന്ന ചാനലാണിത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമല്ലേ കഥകൾ? ഒന്ന് കേൾക്കണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഇന്നത്തെ കഥ പാവം പ്രാവ് കാക്ക ചതിച്ചു. അതാണ് ആ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ബോധിസത്വൻ്റെ കഥകളാണല്ലോ. ബോധിസത്വനൊക്കെ ഇഷ്ടമുള്ള അവതാരം എടുക്കാൻ ഇവിടെ വേണമെങ്കിൽ ജീവിക്കാം. ബോധിസത്വൻ ഒരു കാലഘട്ടത്തിൽ വാരാണസിയിൽ ഒരു രീതികളുണ്ട്. ഓരോ ഭവനങ്ങളുടെയും മുൻവശത്തായിട്ട് ഒരു പക്ഷിക്കൂട് തൂക്കിയിട്ട് ആ കൂട് തുറന്നു വയ്ക്കും. അതിനകത്തേക്ക് ഇഷ്ടമുള്ള പക്ഷികൾക്ക് കയറി താമസിക്കാം. ആ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആ വീട്ടുകാരൻ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പതിവുണ്ട്. ഒട്ടുമിക്ക വീടുകളുടെ മുമ്പിൽ ഓരോ പക്ഷിക്കൂടുണ്ടാവും. അതിൽ പോയി താമസിക്കും. ബോധിസത്വം ഒരു പ്രാവായി മാറി. എന്നിട്ട് പ്രാവിൻ്റെ ജന്മമെടുത്ത് വാരാണസിയിലെ, അതായത് കാശിയിലെ പുണ്യം തേടി വരുന്നവരാണ് കേട്ടോ. അവിടുത്തെ ജനങ്ങളൊക്കെ സൽക്കർമ്മം ചെയ്യുന്നവരും പുണ്യം തേടി വരുന്നവരും ഒക്കെയാണ് അവിടേക്ക് വരുന്നത്, മോക്ഷം കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവായിട്ട് ഒരു വള്ളിക്കൂട്ടിലിരുന്ന് ഒരു പ്രഭുവിൻ്റെ വീട്ടിലെ ഉമ്മത്ത് കൂട്ടിയിട്ടിരിക്കുന്ന, വീടിൻ്റെ മുൻവശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന പക്ഷിക്കൂട്ടിൽ ഇരുന്നൊക്കെ അങ്ങനെ ജീവിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ വളരെ സന്തോഷമായിട്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവാത്ത വിധത്തിലെ പ്രാവ് നേരം വെളിച്ചായി ഇര തേടി പോകും. ഇരയൊക്കെ തേടി പിടിച്ചെത്തുന്ന അത് തൻ്റെ സമയമൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വന്ന് കൂട്ടിലുണ്ട്. ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാണ്ട് വളരെ സുഖമായിട്ട് ആ വീട്ടുകാരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ ഏറ്റുകൊണ്ട് അങ്ങനെ അതൊരു വ്യാപാര പ്രമുഖൻ്റെ വീടായിരുന്നു. കുറച്ച് സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള, ധനസ്ഥിതിയൊക്കെ ഉള്ള ആളാണ് വ്യാപാര പ്രമുഖൻ. അവിടെ അടുക്കളയുടെ അപ്പം ഈ കൂട്ടിൽ സന്ധ്യയ്ക്ക് വന്നിരിക്കുമ്പോൾ എന്നും പ്രാവിന് അടുക്കളയിൽ നിന്നുള്ള വാസനകളൊക്കെ വരാം. വാസനകൾ പലതും മാംസത്തിൽ മസാല പുരട്ടി വേവിച്ചെടുക്കുന്ന വാസന. ഈ മസാലയിൽ കിടന്നുകൊണ്ട് മാംസം അങ്ങ് വേവുമ്പോഴുണ്ടാകുന്ന മണം മാംസം കഴിക്കുന്നവർക്ക് അത് സുന്ദരമായ മണമാണ്. അല്ലാത്തവർക്ക് അല്ലാത്ത വലിയ നല്ല മണമൊന്നുമല്ല. അങ്ങനെ വേകുന്ന മാംസത്തിൻ്റെ ഗന്ധം വളരെ ഇതായിട്ട് പ്രാവ് അത് ശ്രദ്ധിക്കാറില്ല കൂട്ടിൽ. ഒരു ദിവസം ഒരു കാക്ക അതുവഴി വന്ന പ്രാവിങ്ങനെ കൂട്ടിൽ കിടക്കുന്നു. അവിടെ അങ്ങനെ അടുത്ത ഒരു മരത്തിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മസാലയിൽ കിടന്ന് മാംസം വേകുമ്പോഴുള്ള ആ സുഗന്ധമായി ഇഷ്ടമുള്ളവർക്കത് സുഗന്ധം തന്നെ. ഈ വരുന്നപ്പോൾ കാക്കയ്ക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാക്ക മാംസം തിന്നണ ആളല്ലേ. ഉപ്പും മുളകൊക്കെ തരട്ടി മത്സ്യത്തിന് വിജയ പച്ചക്കന്നെ മത്സ്യത്തിന് തിന്നണതാണ്. അപ്പോൾ പിന്നെ ഉപ്പും മുളകൊക്കെ തരട്ടിട്ട് കിട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് തിന്നാലോ. അങ്ങനെ അത് ആ വാസനയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കാക്ക അവിടെ വന്നു. ഞാനും അത് അടുക്കളയിൽ നിന്നൊരു കഷ്ണം മാംസമോ മത്സ്യമോ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറാനായിട്ട് കാക്ക നിന്നിട്ടൊന്ന് ചാഞ്ഞു നോക്കി, ചെരിഞ്ഞു നോക്കി. അകത്തേക്ക് കടക്കാൻ പലവിധ മാർഗങ്ങളും ഉപയോഗിച്ച് നോക്കി. പറ്റിയില്ല അവർക്ക്. അന്ന് വൈകുന്നേരം വരെ കാക്ക അതുവഴി ചുറ്റി പറഞ്ഞപ്പോൾ നടന്നു. വൈകുന്നേരം പ്രാവ് മടങ്ങി വന്നു. ഒരിക്കൽ പ്രാവിന് സംശയമൊന്നും ഉണ്ടായില്ല. പ്രാവ് മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ വീടിൻ്റെ അടുക്കളയിലേക്ക് കയറി അവിടെ എത്ര മാംസം ഇരുന്നാലും എത്ര മത്സ്യം ഇരുന്നാലും പ്രാവ് അതൊന്നും ശ്രദ്ധിക്കില്ല. പ്രാവിൻ്റെ തീറ്റ ഒരു പാത്രത്തിൽ കുറേ ധാന്യങ്ങൾ, ഗോതമ്പ് മണികൾ, നെന്മണികൾ, അരിമണികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് തിന്നും, ധാന്യങ്ങൾ തിന്നും. അതാണ് പതിവ്. പ്രാവിനെ പറ്റിയിട്ട് എങ്ങനെ അപ്പോൾ ഒരു ദിവസം കാക്ക അവിടെ ഇരുന്ന് ചിന്തിക്കണം, എനിക്ക് ഈ പ്രാവിനെ പറ്റി അകത്ത് കയറിയിട്ട് എനിക്ക് 2 കഷ്ണം മത്സ്യം തിന്നത്തേ പറ്റുള്ളൂ. മുഴുത്തൊക്കെ കാക്കയ്ക്ക് ഒരു നിവർത്തിയില്ല. അപ്പോൾ പ്രാവിൻ്റെ പുറകെ തന്നെ പിറ്റേ ദിവസം പ്രാവ് വരെ തടം പോയപ്പോൾ കാക്ക പ്രാവിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്നിട്ട് പ്രാവ് എൻ്റെ നിഴൽ പോലെ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രാവിനെ അങ്ങോട്ട് പുകഴ്ത്തി പറയാം, എന്ത് രാജകീയമായ നടത്തമാണ് നിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുക. നിൻ്റെ നടത്തം തന്നെയല്ല, നിൻ്റെ ആ ശരീരഘടന, നിൻ്റെ തൂവലുകളുടെയൊക്കെ ഒരു ഭംഗി, ചിത്രകാരൻ വരച്ചതുപോലെ തന്നെയാണ് നിൻ്റെ ചിറകുകൾ,
നിൻ്റെ ഭംഗിയുള്ള ചുവന്ന ചുണ്ടുകൾ, പ്രാവിൻ്റെ ചുണ്ടെപ്പോഴും ചുമന്നതാണ്. മാത്രമല്ല നിൻ്റെ കണ്ണുകളോ, എന്തു ഭംഗിയാണ് നിൻ്റെ കണ്ണുകൾ കാണാൻ. ഇതൊക്കെ ഉള്ള ഇതിനേക്കാളേറെ നിൻ്റെ പറക്കൽ, നീ പെട്ടെന്ന് അസ്ത്രം തൊടുത്ത് വിട്ട പോലെയില്ലേ പെട്ടെന്ന് പറന്നു മാറുന്നത്. നിൻ്റെ ആ പറക്കാനുള്ള അമ്പ് പാഞ്ഞു പോകണ പോലെയുള്ള പറന്നു പോകാനുള്ള കഴിവ്, ഇതെല്ലാ നന്മകളും കൂടിയിട്ട് ഒരു ജീവിയിൽ വന്ന് കൂടിയിരിക്കും. അത് നിനക്കാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ജീവിയെ ആരെങ്കിലും പുറകെ നടന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാതെ ഇരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ നമുക്ക് മിത്രമാകാൻ പ്രാവേന്ന്. അപ്പോൾ ആ പ്രാവ് പറഞ്ഞു. അങ്ങനെ മിത്രമാകാൻ പ്രാവേ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ പ്രാവിന് ഒരു സംശയം. ഈ കാക്ക എന്നോട് മിത്രമായാൽ എങ്ങനെയാണ്? എൻ്റെ ഭക്ഷണ സാധനങ്ങളൊന്നുമല്ലല്ലോ കാക്കയുടെ ഭക്ഷണം. കാക്കയുടെ ഭക്ഷണ രീതിക്കൊക്കെ വ്യത്യാസമില്ലേ? മത്സ്യമാംസാദികളും ചത്തുചീഞ്ഞതും ഒക്കെ കൊത്തി വലിച്ചിട്ട് കൊണ്ട് നടക്കുന്ന ഈ കാക്ക എങ്ങനെ എൻ്റെ മിത്രമാകും? എനിക്ക് പറ്റില്ല. ആ വിവരം തുറന്ന് പറഞ്ഞ് തങ്ങൾക്ക് അതിൽ പിരിയാണെന്ന് കരുതി പ്രാവ് എന്ത് പറഞ്ഞു തന്നോ? അതെങ്ങനെയാണ് ചങ്ങാതി നമ്മൾ മിത്രങ്ങളാകണത്? നമ്മൾ മിത്രങ്ങളായ നമ്മുടെ ആഹാരങ്ങൾ തമ്മിൽ യാതൊരു സാധ്യതയില്ല. ഏത് വൃത്തികെട്ടതും ചത്തു ചീഞ്ഞതും വലിച്ചു കീറി തിന്നുന്ന ആളാണ് ഞാനങ്ങനെയൊന്നല്ല. ഞാൻ ധാന്യങ്ങൾ മാത്രമേ തിന്നുള്ളൂ, വൃത്തിയുള്ള ആഹാരം മാത്രമേ കഴിക്കുള്ളൂ. ആ നെയ്യുമായിട്ട് എനിക്കൊരു ഇതും വേണ്ട, ഒരു സൗഹൃദവും വേണ്ട. അപ്പം കാക്ക പറഞ്ഞു, എൻ്റെ ചങ്ങാതി ആലോചിക്കുക, ഭക്ഷണം നമ്മൾ രണ്ടാളും കൂടി ഇര തേടി പോകുന്നു. നിനക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ നീ തേടുന്നു, നീ കഴിക്കുന്നു. എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഇര തേടി പോകുന്നു, കൊണ്ടിത് കഴിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടി തിരിച്ചു വരുന്നു. അതിലെന്താ തെറ്റ്? നമുക്കിടയിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നിൻ്റെ സമീപത്ത് കൂടി നിൻ്റെ കൂടെ കൂട്ടുകൂടിയൊന്നും നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാവ് ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് മിത്രങ്ങളാകാം എന്ന് പ്രാവ് ഒന്ന് സമ്മതിച്ചു. ഇതാണ് ഈ കഥയുടെ 1-ാം ഭാഗം. ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ്, കാര്യം പറയും കഥയാണ്. നാളെ പറയാട്ടോ ഈ കഥയുടെ